ഹായ്, എൻ്റെ സുഹൃത്തും പരിശീലകനും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയുമായ ഡോക്ടർ ഹാഷിം റിഫായ് ഒരിക്കൽ കേരളത്തിൽ വെച്ച് ഒരു വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ചെറിയ കുട്ടികളാണ്, 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഉള്ള കുട്ടികളാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്, സ്കൂളാണോ വീടാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ മറുപടി പറഞ്ഞത് എന്താണെന്നറിയാമോ? രസകരമാണ്. സ്കൂളുമല്ല വീടുമല്ല, സ്കൂൾ ബസ്സാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. സ്കൂൾ ബസ്. ഞാനും ഇതേ ചോദ്യം പല ക്ലാസ്സിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് കുട്ടികളോട്. ചെറിയ 4ാം ക്ലാസ് 5ാം ക്ലാസ് 6, 7 കുട്ടികളോടും 10 വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്കൂളാണോ വീടാണോ കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞത് തന്നെയാണ്, വീടും അല്ല സ്കൂളും അല്ല, സ്കൂൾ ബസ്സാണ് ഇഷ്ടം. അത് എന്തുകൊണ്ടായിരിക്കും സ്കൂൾ ബസ് ഇഷ്ടം എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്, നിയന്ത്രണങ്ങൾ കുറവാണ് സ്കൂൾ ബസ്സിൽ. വീട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, പക്ഷെ അതില്ല, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട് സ്കൂൾ ബസ്സിൽ. അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു സ്കൂളിൽ എത്തിയിട്ടുമില്ല, സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു വീട്ടിലെത്തിയിട്ടില്ല. ഇതിൻ്റെ ഇടയിലുള്ളൊരവസ്ഥയാണ് സ്കൂൾ ബസ്. മാത്രമല്ല അവരുടെ കൂട്ടുകാരുമായിട്ട് ഇരിക്കുന്നൊരവസ്ഥ, പാട്ട്, കളികൾ, രസങ്ങൾ എന്നൊക്കെ. അത് കൂട്ടത്തിൽ ഒരു പയ്യൻ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവൻ പറഞ്ഞു, സാർ പിന്നെ സ്കൂൾ ബസ്സിൽ വീട്ടിൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഒരേപോലെ എഴുന്നേൽക്കുന്നു, ഒരേപോലെ ഭക്ഷണം കഴിക്കുന്നു, ഒരേപോലെ പോകുന്നു, ഒരേ കാര്യങ്ങൾ, വൈകിട്ടോ ഏതാണ്ട് റൊട്ടീനാണ്. സ്കൂളിലും ഏകദേശം ഒരേ കാര്യങ്ങളാണ്. എത്തുന്നു, അസംബ്ലി മുതൽ ഇങ്ങനെ വിടുന്നത് വരെ, പീരീഡ് ടീച്ചേഴ്സ് വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു, തന്നെ ഒരേ കാര്യങ്ങൾ. സ്കൂൾ ബസ്സിൽ ഒരേ കാര്യങ്ങൾ അല്ല, കുറച്ചും കൂടി ഒക്കെ ഒരു വെറൈറ്റി സ്കൂൾ ബസ്സിലുണ്ട്. പുതിയ കഥകൾ പറയാനുണ്ട്, പുതിയ കളികൾ കളിക്കാനുണ്ട്, ഒരേപോലെ പോക്കൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടി വെറൈറ്റി ഉണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. ഒറ്റ പോയിൻ്റാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്ക് മൊത്തം വേണ്ടത് അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അനുഭവങ്ങൾ. ഏറ്റവും നല്ല രക്ഷിതാവ് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഏറ്റവും നല്ല അനുഭവങ്ങൾ കൊടുക്കുന്ന, ഏറ്റവും നല്ല അനുഭവങ്ങൾ എന്നല്ല, ഏറ്റവും വെറൈറ്റി അനുഭവങ്ങൾ കൊടുക്കുന്ന ആൾ. വെറൈറ്റി ആയിട്ട് അനുഭവങ്ങൾ കൊടുക്കുക, വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊടുക്കുക. നോക്കൂ, ദേഷ്യം ഒരു അനുഭവമാണ്, സ്നേഹം അനുഭവമാണ്, അടി ഒരു അനുഭവമാണ്, ഇല്ലായ്മകൾ അനുഭവമാണ്. മക്കൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ ഇല്ലായ്മ എന്നൊരനുഭവത്തെ നിങ്ങൾ നിഷേധിക്കുകയാണ്. ഇല്ലായ്മ അതും അവരനുഭവിക്കണ്ടേ? പട്ടിണി അനുഭവിക്കണം, ഇടയ്ക്കൊക്കെ അനുഭവിക്കണം. തോൽവി അനുഭവമാണ്, ജയം അനുഭവമാണ്. ജയിച്ചുകൊണ്ടേയിരുന്ന ബോറടിച്ചു പോകും ജീവിതം. തോൽക്കുന്നതും ഒരു അനുഭവമാണ്. വീട്ടിൽ ഒരേപോലെ വീട്ടിൽ മാത്രമല്ല, ഇപ്പോൾ കമ്പനിയിൽ ബോസ്, ഒരേ മുഖം, ഒരേ സ്വഭാവം, ഒരേ തരത്തിലുള്ള വർത്തമാനം, വ്യത്യസ്തത ഉണ്ടാക്കി കൊടുക്കുക. ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾക്കും, അധ്യാപകൻ വിദ്യാർത്ഥികൾക്കും കൊടുക്കേണ്ടത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആളുകൾ തേടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് വ്യത്യസ്ത അനുഭവങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ടൂർ പോകുന്നത്, കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? പാറ്റേൺ മാറുന്നു, സ്ഥലവും സമയവും കാലവും മാറുന്നു. ചേഞ്ച് ഇൻ സീനറീസ് ആൻഡ് സീസൺസ് മാറും. ടൂർ പോകുമ്പോൾ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ നമ്മൾ വീണ്ടും പറയും. കാരണം എന്താ, നമുക്ക് ആ പുതിയ അനുഭവങ്ങൾ കിട്ടി. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ജൂലൈയിൽ ഗൾഫിൽ നിന്നുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ക്യാമ്പ് എടുക്കുന്നൊരു പരിപാടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു 10-40 കുട്ടികളെ കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ട്രെയിനിങ് ഓൺ ദ വീൽ എന്നായിരുന്നു ആ പരിപാടിക്ക് പേരിട്ടത്. അതായത് വണ്ടിയിൽ ട്രെയിനിങ് പോകുന്ന കൂട്ടത്തിൽ തന്നെ യാത്രയും പരിശീലനങ്ങളും ഒരുമിച്ച്. ഒരു 40ഓളം കുട്ടികൾ, ഗൾഫിൽ നിന്നുള്ള കുട്ടികൾ, നാടുമായിട്ട് വലിയ ടച്ചില്ലാത്ത മലയാളി കുട്ടികൾ തന്നെ, നാടുമായിട്ട് വലിയ ടച്ചില്ലാത്ത ഗൾഫിൽ നിന്നുള്ള കുട്ടികൾ. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂരാണ് പോയത്. IIMB, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബാംഗ്ലൂർ, IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ തന്നെ. അവിടെയൊക്കെ പോയി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ആദ്യത്തെ ദിവസം ക്ലാസ്സുകളായിരുന്നു, ഒരു നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ക്ലാസ്സുകളായിരുന്നു. പിന്നീടാണ് ഇവരായിട്ട് പോയത്. അതൊക്കെ കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞങ്ങൾ വയനാട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഷാനവാസ്, അദ്ദേഹവും ഈ ഫാക്കൽറ്റി ടീമിൽ മെമ്പറാണ്. ഷാനവാസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തത്, ഒരു പാടത്ത് ടെൻറ്റ് കെട്ടി അവിടെ കുട്ടികളെ താമസിപ്പിച്ച് അവിടെ ചെളിയിൽ പിന്നെ വിത്ത് വിതച്ച്, ഞാറ് നടുക എന്നൊക്കെ പറയില്ലേ, അത് ചെയ്ത്
പിന്നെ ആ ഒരു സംഭവം 2 ദിവസം മുഴുവൻ കുട്ടികൾ പാടത്ത് ചെളിയിലിറങ്ങി കളിച്ചു. ഇതാണ് സംഭവിച്ചത്. വെറും നിലത്ത് കിടന്നു. അതായത് നല്ല പൈസക്കാർ മക്കളെ കുട്ടികളാണ്. അവരാണ് ഈ പാടത്ത്. ആദ്യമൊക്കെ പാടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവരൊക്കെ ചളിയിൽ തൊടാൻ മടിച്ച് പേടിച്ചെടുക്കെ നിന്നവർ പിന്നെ ചളിയിൽ നിന്ന് കയറുന്നില്ല. കന്നിനെ കയം കാണിക്കരുത് എന്നൊക്കെ പറയില്ല. അതുപോലെ കുട്ടികളെ പാടത്ത് നിന്ന് കയറ്റാൻ ഞങ്ങൾ പെട്ട പാട് വലിയ കഷ്ടമായിരുന്നു. അവസാനം 5 ദിവസം പരിപാടി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫീഡ്ബാക്ക് പറയുമ്പോൾ 40 പിള്ളേരും പറഞ്ഞ കാര്യം ഇതാണ്, പാടത്തിറങ്ങിയാൽ. അതിന് ഫസ്റ്റ് ദിവസം ഒരു സ്റ്റാർ ഹോട്ടലിൽ ക്ലാസ് നടത്തി. അതിനെക്കുറിച്ച് മിണ്ടിയില്ല. IMB പോയതും IAC പോയതും ഒക്കെ അവരിങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ പറഞ്ഞത്, ആസ്വദിച്ചത്, അവരുടെ ജീവിതം മാറ്റി മറിച്ചു എന്നൊക്കെ പറഞ്ഞത് ആ പാടത്തിറങ്ങിയിട്ടുള്ള കളിയാണ്. എന്താ കാരണം? കുട്ടികൾക്ക് ഈ സ്റ്റാർ ഹോട്ടലും ക്ലാസ്സും അതും AC ഒന്നും പുതുമയല്ല. അതവരുടെ അനുഭവത്തിൽപ്പെട്ട സാധനമല്ല. അതൊക്കെ അവർ അനുഭവിക്കുന്നതാണ്. നേരെ മറിച്ച് അവരാദ്യമായിട്ട് ചെയ്യുന്നൊരു സംഗതിയായിരുന്നു പാടം. ഞാനും അത് ആദ്യമായിട്ട് പാടത്ത് ഇറങ്ങുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് അനുഭവിച്ചിട്ടില്ല. ഞാനും അത് ശരിക്കും ആസ്വദിച്ചു. അനുഭവങ്ങൾ കൊടുക്കുക. നല്ല രക്ഷിതാവും നല്ല അനുഭവങ്ങൾ, നല്ല ഭർത്താവും നല്ല വെറൈറ്റി അനുഭവങ്ങൾ കൊടുക്കുക, നല്ല ഭാര്യ വെറൈറ്റി അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അനുഭവങ്ങൾ നീയൊക്കെ അനുഭവിക്കും എന്ന അനുഭവമല്ല കേട്ടോ, നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്ന അനുഭവമാണ്. അപ്പോൾ അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ. ആ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറട്ടെ. അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന രക്ഷിതാവുക, അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഭർത്താവുക, അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യനാവുക, അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന അധ്യാപകനാവുക, വിദ്യാർത്ഥിയാവുക. നല്ല അനുഭവങ്ങൾ, വെറൈറ്റി അനുഭവം.